കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ദ ത്രില്ലിംഗ് ഫിനാലെ ഓഫ് ISL. അവതരണം ശ്രുതി രാജ് ജെ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് CHMM ചാവർക്കോട് വർക്കല പോസ്റ്റ് സെമസ്റ്റർ BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികൾ ശ്രുതി രാജ് ജെ, പൂജ കൃഷ്ണ S. ശബ്ദമിശ്രണം ശിവപ്രിയൻ. ഹലോ ഗൈസ്, റേഡിയോ ബെൻസികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ മൂഡിലാണ്. കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 11ാമത് ഗ്രാൻഡ് ഫൈനൽ നാളെ കൊൽക്കത്തയിലെ വിവേകാനന്ദ യുവഭാരതിയിൽ ഒരുങ്ങുകയാണ്. വമ്പൻ ടീമുകളായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും ബംഗളൂരു FCയുമാണ് നാളെ ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുന്നത്. ആരായിരിക്കും ഇത്തവണത്തെ കപ്പ് സ്വന്തമാക്കുക എന്ന ത്രില്ലിലാണ് ഓരോ ആരാധകരും. മോഹൻ ബഗാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ അവരൊരു റെക്കോർഡ് സെറ്റാക്കിയ ശേഷമാണ് ഫൈനലിലേക്ക് ഇറങ്ങുന്നത്. 56 പോയിന്റുമായി ലീഗ് വിന്നേഴ്സ് ഷീൽഡ് സ്വന്തമാക്കിയ ശേഷമാണ് മോഹൻ ബഗാൻ ബംഗളൂരു FCയായിട്ട് ഏറ്റുമുട്ടലിന് ഇറങ്ങുന്നത്. അതുമാത്രമല്ല, മലയാളിയുടെ പ്രിയ താരം സഹൽ അബ്ദുൾ സമദും കളിക്കാൻ ഇറങ്ങുന്നു എന്നതാണ് കേരളത്തിലെ ഓരോ ആരാധകരെയും കളി കാണാൻ കൂടുതൽ ആവേശത്തിലാക്കുന്നത്. ബംഗളൂരു FC അത്ര എളുപ്പത്തിൽ തോറ്റു കൊടുക്കുന്ന ടീമൊന്നുമല്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സിയെ പോലുള്ള ഒരു ലെജൻഡ് തന്നെയാണ് ബംഗളൂരുവിനും ഉള്ളത്. സുനിൽ ഛേത്രിയെ പോലുള്ള ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ ഉള്ളപ്പോൾ ബംഗളൂരു എന്തിനു പേടിക്കണം? ബംഗളൂരു 4ാം തവണയാണ് ഫൈനലിൽ എത്തുന്നത്. എന്തായാലും ഈ മത്സരം ഒരു യുദ്ധം തന്നെ ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സെമി ഫൈനലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ ജംഷഡ്പൂർ FCയെ 3-2 സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. മറുവശത്ത് ബംഗളൂരു FC ഹൈദരാബാദിനെ വളരെ തന്ത്രപൂർവ്വമാണ് പരാജയപ്പെടുത്തിയത്. അവസാന നിമിഷത്തെ സുനിൽ ഛേത്രിയുടെ ഹെഡർ ഗോളാണ് കളിയെ മാറ്റിമറിച്ചത്. എന്തായാലും ഇത്തവണത്തെ ഫൈനൽ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് ഒരു അടിപൊളി വിരുന്ന് തന്നെയായിരിക്കും. കാരണം മലയാളി താരങ്ങൾ ഒരുപാട് പേരും 2 ടീമുകളിലുമായി മത്സരിക്കുന്നുണ്ട്. ഈ ഫൈനലിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 2 ടീമുകളും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നതാണ്. മോഹൻ ബഗാന്റെ ഡിഫൻഡിംഗ് ആണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഡിമിട്രി പെട്രോസിന്റെ പാസുകളും ജാസൺ കമ്മിങ്സിന്റെ ഗോൾ വേട്ടയുമാണ് മോഹൻ ബഗാന്റെ ഏറ്റവും വലിയ ശക്തി. പക്ഷെ ബംഗളൂരുവിന്റെ ഡിഫൻസും അത്ര മോശമൊന്നുമല്ല. ഗുപ്രീത് സിംഗിന്റെ ഗോൾ കീപ്പിംഗിൽ ബംഗളൂരുവിനെതിരെ മോഹൻ ബഗാന് ഗോൾ നേടുക എന്നത് ഒരു വലിയ കടമ്പ തന്നെയാണ്. അതുമാത്രമല്ല, വിനീത് വെങ്കടേഷിന്റെ ഡ്രിബ്ലിങ്ങും സുനിൽ ഛേത്രിയുടെ ഫിനിഷിംഗ് കൂടി ആകുമ്പോൾ മത്സരം കളറാകുമോ എന്ന ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ഈ മത്സരം തത്സമയം സ്റ്റാർ സ്പോർട്സ് 3യിലും ഏഷ്യാനെറ്റ് പ്ലസിലും മലയാളം കമന്ററിയോടുകൂടി കാണാവുന്നതാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലും നാളെ വൈകിട്ട് 7:30 മുതൽ ലൈവ് സ്ട്രീമിംഗ് കിട്ടുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു ടൈ ബ്രേക്കർ വരെ പോകുമെന്നതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും കമന്റുകളായി ഞങ്ങളെ അറിയിക്കൂ. MB എന്ന് ടൈപ്പ് ചെയ്താൽ മോഹൻ ബഗാനും BFC എന്ന് ടൈപ്പ് ചെയ്താൽ ബംഗളൂരു FCയെയുമാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതൊരു ഫൈനൽ മത്സരം മാത്രമല്ല, ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു പുതിയ അധ്യായം കൂടിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരു നിരാശയുണ്ടായേക്കാം. എന്നാലും നമ്മുടെ സ്വന്തം താരങ്ങൾ ഫൈനലിൽ തിളങ്ങുന്നത് കാണുന്നത് ഒരു അഭിമാനം തന്നെയല്ലേ? അപ്പോൾ നാളത്തെ മത്സരത്തിനായി എല്ലാവരും കാത്തിരിക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട ടീമിന് കിരീടം സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിട പറയുന്നു. താങ്ക് യു ഫോർ ലിസണിംഗ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ദ ത്രില്ലിംഗ് ഫിനാലെ ഓഫ് ISL. അവതരിപ്പിച്ചത് ശ്രുതി രാജ് ജെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് CHMM ചാവർക്കോട് വർക്കല പോസ്റ്റ് സെമസ്റ്റർ BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികൾ ശ്രുതി രാജ് ജെ, പൂജ കൃഷ്ണ S. ശബ്ദമിശ്രണം ശിവപ്രിയൻ.